ഇന്ന് ദോശമാവ് ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് മസാല ദോശ ആക്കാൻ. നമ്മൾ ഐഫക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഒരു മസാല ദോശ. എൻ്റെ 4 മക്കൾക്കും ഇഷ്ടമാണ് മസാല ദോശ. ഐഫക്കുട്ടിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടാട്ടോ മസാല ദോശക്ക്. അപ്പോൾ ഞാനും അങ്ങോട്ട് വിചാരിച്ചിരുന്നു മസാല ദോശ ആയിക്കോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് കഴുകിയിട്ട് കട്ട് ചെയ്താണ്ട് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ മസാല ദോശക്കുള്ള സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ തന്നെ ചോറിന് വെച്ച വെള്ളവും തിളച്ചിട്ടുണ്ടേനി. അപ്പോൾ അരിയും കഴുകി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. മസാല ദോശ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് മസാല റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാനിത് അവിടെ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് ആദ്യം കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഉഴുന്നും അതേപോലെ തന്നെ കുറച്ച് കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ മുഴുവനൊന്നും കണ്ടിട്ടില്ല, ചെറിയ ഷോർട്ട് വീഡിയോ അല്ലേ, അപ്പോൾ ഒക്കെ കൂടെ കാണിക്കാനും പറ്റൂല കേട്ടോ ചിലപ്പോൾ. അപ്പോൾ ഇതാ സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു തക്കാളി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ മസാലയ്ക്ക് തക്കാളി ചേർക്കൂല. ഞാൻ തക്കാളി ചേർക്കലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ തന്നെ ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരുന്നല്ലോ, അതൊക്കെ വെന്തിട്ടിട്ടായിട്ടോ. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഉടച്ചെടുത്ത ആ ഒരു കിഴങ്ങും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മസാലയൊക്കെ കിഴങ്ങിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു മസാല ഒന്നും ഇങ്ങോട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മസാല ദോശയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ വേഗം ദോശച്ചട്ടിക്ക് അടുപ്പത്ത് വെച്ച് ചട്ടി ഇതാ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതാ മാവ് ഒഴിച്ച് അതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യും ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ദോശൻ്റെ കളറൊക്കെ മാറി വന്നത് കണ്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മസാല എടുത്തിട്ട് ഇതാ അതിൻ്റെ നടുക്ക് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തു കൂടി ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാല ദോശ റെഡിയായി. ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ ദോശ ചുട്ടെടുക്കണതിൻ്റെ ഇടയിൽ കുറച്ച് ചട്നിയും കൂടെ ഉണ്ടാക്കിട്ടോ, തേങ്ങാ ചട്നി. നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശയ്ക്ക് തേങ്ങാ ചട്നി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ മസാല ദോശ ആകുമ്പോൾ വേറെ ചട്നി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം മസാലയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ചട്നിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറുമുറു ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ദോശ ഉണ്ടാക്കിയതേ പച്ചരി ഉഴുന്നും അതേപോലെ തന്നെ നമ്മളെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അതും വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ.